are going to appearing for any competitive exams like NEET, UG, PG or BMS exam, the most important thing is you can do to ensure that your score is increasing and your rank is increasing. Today in this video, I am going to tell you about some of my self-study guide routine for you. Because now the time is for NEET UG 2025. According to Ayurveda, നമ്മൾ 3 പില്ലേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. 3 പില്ലേഴ്സ് എന്ന് പറയുമ്പോൾ ആയുർവേദത്തിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ അതിനെ ത്രയോപസ്തംഭ എന്നാണ് പറയുന്നത്. അത് ഒന്നാമത്തേത് ആഹാരം, രണ്ടാമത്തേത് നിദ്ര ആൻഡ് മൂന്നാമത്തേത് ബ്രഹ്മചര്യ. ആഹാരം എന്ന് പറയുന്നത് ആഹാരിതേ ഇതി ആഹാരഃ അന്നപാനാദി സർവം. ഇനി നിദ്രായത്വം സുഖം ദുഃഖം പുഷ്ടികാർഷ്യം ബലാബലം വൃഷത ക്ലീപത ജ്ഞാനം അജ്ഞാനം ജീവിതം നച അകാലേ അതിപ്രസംഗാച്ച നച നിദ്ര നിഷേവിത സുഖായിഷി പരാകുര്യാത് കാലരാത്രി റിവാപര. ഇനി ബ്രഹ്മചര്യം, ആയുഷ്യം. അപ്പോൾ 3 കാര്യങ്ങൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ സക്സീഡ് ആവുകയുള്ളൂ. അതുപോലെ നീറ്റ് UG അല്ലെങ്കിൽ നീറ്റ് ആസ്പിറന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. അതാണ് 3 pillars. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ 3 pillars ഇൻ മൈ സെൽഫ് സ്റ്റഡി റുട്ടീൻ. ഒന്നാമത്തേത് ബേസിക്, രണ്ടാമത്തേത് റിവിഷൻ ആൻഡ് മൂന്നാമത്തേത് PYQs. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇൻഡിവിജ്വലി. ഫസ്റ്റ് തിങ് ഈസ് കൺസെപ്റ്റ്സ് ഓർ ബേസിക്സ്. കൺസെപ്റ്റ്സിനെ കുറിച്ച് ആദ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്ക് 3 സബ്ജക്റ്റാണുള്ളത്: ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. ബയോളജിയിലെ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും. ഫസ്റ്റ് അനിമൽ കിങ്ഡം ആയിക്കോട്ടെ, പ്ലാന്റ് കിങ്ഡം ആയിക്കോട്ടെ, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് ഓൾ. ഇപ്പോൾ സെൽസിനെ കുറിച്ച് പഠിക്കുന്നു, സെൽ അനാറ്റമിയെ കുറിച്ച് പഠിക്കുന്നു. ഇതെല്ലാത്തിനെ കുറിച്ച് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് NCERT ആണ്. എൻ്റെ സ്കൂളിൽ, ഞാൻ പഠിച്ച സ്കൂളിൽ NCERT ആണ് നീറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഞാൻ തന്നെ റെക്കഗ്നൈസ് ചെയ്തെടുത്തതാണ്. അതായത് ഞാനൊരു വലിയ കോച്ചിങ് സെൻറ്ററിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയി അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് NCERT ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് കൺസെപ്റ്റ്സ് അത് നമുക്ക് കിട്ടുന്നത് NCERT ആണ്. ദ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് ഓർമ്മ വരുന്നത്? മൈറ്റോകോൺട്രിയ. അത് എവിടെ നിന്ന് മനസ്സിലാക്കി? സെൽസിന്റെ ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്കും അതിനകത്തുണ്ട് അല്ലേ? ആ ഒരു പർട്ടിക്കുലർ ലൈൻ തന്നെ ഉണ്ട്. അപ്പോൾ ബയോളജി പഠിക്കണമെന്ന് പറയുന്നത് ബയോളജിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലൈൻ ബൈ ലൈൻ ആൻഡ് ഓൾസോ ഓരോ ചാപ്റ്ററും തീരുമ്പോഴത്തേക്കും അതിൻ്റെ ലാസ്റ്റ് ഒരു സമ്മറി എന്ന് പറയുന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിച്ചു, അതിന് നമുക്ക് പ്ലാസന്റേഷൻ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഓരോ പ്ലാന്റിന്റെ ഫോർമുലാസ് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഫ്ലോറൽ ഫോർമുലാസ് പഠിക്കുന്നുണ്ട്. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് സൈഗോമോർഫിക് ആണോ, ആക്ടിനോമോർഫിക് ആണോ, ബൈസെക്ഷുവൽ ആണോ, ഇനി അതല്ല കാലിക്സും കൊറോളയും ആന്തറും, പിന്നെ അതല്ല ഇതൊന്നും അല്ല എന്തുവാ പെരിയാന്താണോ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അത് എൻറ്റയർ ഈച്ച് ആൻഡ് എവറി പേജസ് ആൻഡ് ലൈൻസ് ഓഫ് ദ ബയോളജി ടെക്സ്റ്റ് ബുക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ കെമിസ്ട്രിയെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ കെമിസ്ട്രിയിലും അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് വാട്ടേഴ്സ് കെമിസ്ട്രി, അതിൻ്റെ സ്റ്റേറ്റ്സ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് സ്റ്റേറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നു. മെറ്റൽസ്, നോൺ മെറ്റൽസ്, പിന്നെ അങ്ങനെ ഗ്യാസസ്, അതിന് പിന്നെ ലാന്തനൈഡ്സ്, ആക്ടിനൈഡ്സ്, ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് പഠിക്കുന്നു. ഓർഗാനിക് കെമിസ്ട്രിയിലും ഇൻഓർഗാനിക് കെമിസ്ട്രിയിലും അറൗണ്ട് ഏകദേശം ഒരു 500 ഇക്വേഷൻസ് നമുക്ക് മെമ്മറൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചേ പറ്റൂ. അതിനും ചില ഫോർമുലാസും നിങ്ങൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. പിന്നെ ബാലൻസിങ് ഓഫ് ഇക്വേഷൻസ് അതും പഠിച്ചേ പറ്റൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ സമയം നമ്മുടെ സെൽഫ് സ്റ്റഡിയിലൂടെ മാത്രമേ നമുക്ക് അതിനൊരു ബേസിക്സ് അല്ലെങ്കിൽ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇനി ഫിസിക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ പാത്ത് ഓഫ് ദ പ്രൊജക്ടർ ഇസ് എ പരാബോള. നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതെങ്ങനെ മനസ്സിലായി? നമ്മളത് കണ്ടുപിടിച്ചു, അതെങ്കിൽ മനസ്സിലാക്കി പഠിച്ചു അല്ലേ? മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് തവണ അത് റീഡ് ചെയ്തിട്ട് അത് മനസ്സിലാക്കി അതിൻ്റെ ഇക്വേഷൻ ഡെറിവേഷൻസ് തന്നെ ഉണ്ട്. അത് തന്നെ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് ടേം എക്സാംസിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ മൊത്തത്തിൽ എഴുതി പഠിച്ചാൽ മാത്രമേ അതെന്തുകൊണ്ട് ഇങ്ങനെ പോയി, ഈ ടൈമിൽ ഇവിടെ എത്തുന്നു, അതിൻ്റെ എന്തുകൊണ്ട് അത് പരാബോളിക് പാത്തായിട്ട് വന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ചില കാര്യം, അതായത് ബേസിക്സ് ആയിട്ട്, അതായത് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ കോൺസെപ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബുക്ക് കണ്ടുപിടിക്കുക, ബുക്ക് അല്ലെങ്കിൽ ആപ്പ് കണ്ടുപിടിക്കുക. അതായത് നമുക്ക് നല്ല ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമുക്കത് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ പറ്റൂ. ഇപ്പോൾ തന്നെ ഒരുപാട് ബുക്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏതാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ നല്ലൊരു ബുക്ക് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ലെക്ചർ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ആപ്പ് സെലക്ട് ചെയ്യുക. പേയ്മെൻറ്റ് ആൻഡ് കാര്യങ്ങൾ അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ യു. ഓക്കെ, പിന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ സെൽഫ് സ്റ്റഡിയാണ് ഞാൻ എപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ട്യൂഷനൊക്കെ പോകുന്നു, നമ്മുടെ എൻ്റെ ലൈഫ് ട്യൂഷൻ വേണ്ടിയിട്ട് കളയാനുള്ളതല്ല. കാരണം എന്ന് വെച്ചാൽ ഈ ട്യൂഷന് പോകുമ്പോഴത്തേക്ക് നമ്മൾ കുറേ ഒരു 5, 6, 7 മണിക്കൂർ ട്യൂഷൻ സെൻ്ററിൽ കളയുകയാണ്. പക്ഷെ ആ സമയം നമ്മൾ വീട്ടിലിരുന്ന് നമ്മളിത് പഠിക്കുകയാണെങ്കിൽ കുറേ കൂടെ നമ്മുടെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യാനാണെങ്കിൽ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നിങ്ങൾക്കിപ്പോൾ രാവിലെ എഴുന്നേൽക്കുക. അക്കോർഡിംഗ് ടു ആയുർവേദ ബ്രാഹ്മി മുഹൂർത്തെ ഉത്തിഷ്ഠേ സ്വസ്ഥോ രക്ഷാർത്ഥം ആയുഷ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുക, ബിഫോർ 6 മുമ്പ് എണീക്കുകയാണ് നല്ലത്. ബിക്കോസ് മോർണിംഗ് ടൈമാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ മോർണിംഗ് ടൈം എണീക്കുക, എന്നിട്ട് നിങ്ങളൊരു 2 to 3 hours പഠിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ബ്രേക്ക് എടുക്കുക. പിന്നെ നിങ്ങളുടെ റുട്ടീൻസ് എല്ലാം ചെയ്യുക, ഡെയിലി റുട്ടീൻ ചെയ്യുക. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ട്യൂഷന് പോവുക. രാവിലെ ഒരു 10 മണിക്ക് പോയാൽ തിരിച്ചൊരു 2 മണിക്കുള്ളിൽ തിരിച്ചു വരിക. അതിനുശേഷം ടേക്ക് എ ബ്രേക്ക്. ദെൻ ആഫ്റ്റർ ദാറ്റ് യു റീഡ് എഗെയിൻ, നിങ്ങൾ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ മാത്രമേ നമുക്ക് നമ്മുടെ ബേസിക്സ് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ നമ്മളൊരു സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു കമ്പാനിയനെ കണ്ടെത്തുക. അതായത് നമ്മൾ ഇന്നത്തെ ദിവസം ഇത്രയും പഠിക്കും. സോ ബെസ്റ്റ് കമ്പാനിയൻസ് ആർ അവർ പാരൻസ്. അപ്പോൾ അമ്മയോടോ അച്ഛനോട് പറയാം, അച്ഛൻ ഞാൻ ഇന്ന് ഇത്രയും പഠിച്ചു, അല്ലെങ്കിൽ അമ്മ ഞാൻ ഇത്രയും പഠിച്ചു എന്ന് നമുക്ക് ഡെയിലി പറയാം. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ അവരോട് പറയണമല്ലോ, ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്, നാളെ ഈ ഒരു കോൺസെപ്റ്റാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് എന്നെങ്കിലും നമുക്ക് പറയാൻ കഴിയണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു കമ്പാനിയനെ കണ്ടെത്തേണ്ടത്. അതായത് അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ദിവസം എനിക്ക് വയ്യ, അപ്പം ഞാനൊന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ വൈകിട്ട് ആ ഡേ എൻഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും, അയ്യോ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, അയ്യോ ഞാൻ എൻ്റെ പാരൻസിനോട് എന്ത് പറയും. അപ്പോൾ അവിടെ നമുക്കെന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രോമിസും കൂടെയാണ്. കാരണം ഞാൻ ഇത്രയും പഠിക്കുന്ന എന്നോടും എൻ്റെ പാരൻസിനോടും എന്ത് ചെയ്തു, പ്രോമിസ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു പ്രോമിസബിൾ കമ്പാനിയനെ ഉണ്ടാക്കിയെടുക്കുക. ദെൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇപ്പം നിങ്ങൾ പഠിക്കുന്നത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു പോർഷൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്ത് പറ്റും, ആ ഒരു ഏരിയ നിങ്ങൾ തറവായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. നിങ്ങളിപ്പോൾ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പില്ലറിലോട്ട് പോകാം. അടുത്ത പില്ലർ എന്ന് പറയുന്നത് റിവിഷനാണ്. അത് റിവിഷൻ ചെയ്തില്ലെങ്കിൽ നോ മാറ്റർ വാട്ട്, നിങ്ങൾ എത്ര നന്നായിട്ട് അതായത് ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും, എത്ര നന്നായിട്ട് ഒരു ടീച്ചറിൻ്റെ ലെക്ചർ നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞാലും നോ മാറ്റർ, ബിക്കോസ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല. അതായത് ബേസിക്സ് ഉണ്ടാക്കിയിട്ടില്ല, റിവിഷൻസ് ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ ഈ പറയുന്നതിനൊന്നും ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു 25 മിനിറ്റ് ഒരു ലെക്ചർ കാണുകയാണ്, അതിനകത്തുനിന്ന് നോട്ട്സ് മേക്ക് ചെയ്തെടുക്കുന്നു. അത് റിപ്പീറ്റഡ്ലി നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വാട്ട് ഇസ് പാരലാക്സർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഞാനത് ഒരിക്കൽ ഞാൻ പഠിച്ചു, അത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് 11th സ്റ്റാൻഡേർഡ്. അപ്പോൾ നമ്മളത് പഠിക്കുമ്പോഴത്തേക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൻ്റെ ലാസ്റ്റ് പോർഷനിലാണ് നമ്മളത് പഠിക്കുന്നത്. പാരലാക്സർ എങ്ങനെ പറയും? അയ്യോ ഞാൻ ഒരിക്കൽ പഠിച്ചതാണ്, റിവിഷൻ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കിട്ടില്ല. അതായത് ഇന്ന് നമ്മൾ പാരലാക്സർ പഠിച്ചു, പിറ്റേ ദിവസം റിവൈസ് ചെയ്തു, പിന്നെ നമ്മൾ അതിനെ നോക്കുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ പിന്നെ മറന്നു പോകും. ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ 2016 +2 പാസ്സാവുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷത്തിന് ശേഷം എന്നോട് പാരലാക്സർ ചോദിച്ചാൽ ഞാൻ എങ്ങനെ ആൻസർ ചെയ്യുമെന്നായിരിക്കും ചോദിക്കുന്നത്. കാരണം എനിക്കത് പറയാൻ പറ്റും. ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ ഒന്നും എടുത്ത് പോയി നോക്കിയിട്ടില്ല. പക്ഷേ ഈ ഒരു ഡെഫിനിഷൻ അത് വളരെ
ഒരുപാട് സ്ഥലത്ത് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. ദ സെപ്പറേഷൻ ഓഫ് ഡിസ്ട്രാക്ഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ആൻഡ് ഇമേജ് ഫ്രം ദ ലെഫ്റ്റ് ഐ ടു റൈറ്റ് ഓഫ് എ പേഴ്സൺ ആൻഡ് ക്യാൻ ബി റിമൂവ് ബൈ ദിസ് മെത്തേഡ് ദാറ്റ് ഇസ് പാരലാക്സ് എറർ. ഇതിന്റെ ആപ്ലിക്കേഷൻ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്തേക്കും ഈ പാരലാക്സ് എറർ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഫിസിക്സ് ആയിരുന്നു എൻ്റെ സബ്. അതിന്റെ പ്രാക്ടിക്കൽ എക്സാമിന് വൈവയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയാണ്. അതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. വെർനിയർ കാലിപ്പർ പഠിക്കുന്നുണ്ട്, സ്ക്രൂ ഗേജ് പഠിക്കുന്നുണ്ട്, അതിൽ സിമ്പിൾ പെൻഡുലത്തിനെ വെച്ചിട്ട് പിന്നെ ഇമേജ് നോക്കുന്നുണ്ട്, പിന്നെ കൺകറന്റ് ഫോഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. കൺകറന്റ് ഫോഴ്സ് 1 and 2 നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പഠിച്ചു, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും എടുക്കുന്നത്. ഇതിന്റെ സ്ക്രൂ ഗേജ് എങ്ങനെ വാല്യൂ ചെയ്യണമെന്ന് പോലും നമുക്കറിയത്തില്ല. എങ്ങനെ അതിനകത്ത് ഇപ്പോൾ റെസിസ്റ്റൻസ് ഒക്കെ റെസിസ്റ്റൻസിന്റെ ഏതെങ്കിലും ഒരു വയർ എടുത്ത് തന്നിട്ട് അത് അതിനകത്ത് കയറ്റി സ്ക്രൂ ഗേജ് ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ വെർനിയർ കാലിപ്പർ വെച്ചിട്ട് ചെറിയൊരു സിലിണ്ടറിന്റെ മെഷർമെന്റ്, അതിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഇതൊക്കെ എടുക്കണം, അതിന്റെ സർക്കംഫറൻസ് ഒക്കെ എടുക്കണം. മറന്നുപോയി അല്ലെ? ആ ഇക്വേഷൻ പോലെ നമ്മൾ LC ലീസ്റ്റ് കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് പോലെ നമ്മൾ മറന്നുപോയിട്ടുണ്ടാകും. ഓക്കെ, അതാണ് ഫിസിക്സിന്റെ കാര്യം. സോ ഫിസിക്സ് പഠിക്കുക എന്ന് വെച്ചാൽ അതെന്ന് വെച്ചാൽ ഫോർമുലേഷൻസ്, ഇഷ്ടം പോലെ ഫോർമുലാസ് ഉണ്ട്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ചാർട്ട് ഉണ്ടാക്കുക. ചാർട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ എഴുതി വെക്കുക. അതായത് F=ma=mc². അങ്ങനെ ഓരോ എക്വേഷൻസ് നമുക്ക് എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം അത് റിപ്പീറ്റഡ്ലി റിവൈസ് ഒരുപാട് തവണ, എത്രത്തോളം നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് നമ്മുടെ ഏരിയ സ്ട്രോങ് ആക്കാൻ പറ്റും. ഇനി കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെയും നമുക്ക് ചാർട്ട്സ് ഉണ്ടാക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു 500 ഫോർമുലാസ് വേണം നമുക്ക്. ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ ഫോർമുലാസും ബാലൻസിങ് ഇക്വേഷൻസും ഒക്കെ നമുക്ക് എഴുതേണ്ടി വരും. അപ്പോൾ അല്ലെങ്കിൽ പഠിച്ചു വെക്കേണ്ടി വരും. ചിലതൊന്നും നമുക്ക് ഒട്ടും, ചില ചാപ്റ്റേഴ്സ് ഒന്നും ഓർഗാനിക്കിൽ നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല, നമ്മൾ കാണാതെ അങ്ങ് പഠിക്കുക. മാക്സിമം കാണാതെ പഠിക്കുക. കുറേ തവണ അത് എഴുതി പഠിച്ചു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് മനസ്സിലിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പേപ്പർ എടുത്തിട്ട്, ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിന് LHS RHS അങ്ങനെ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ്, അതായത് ആരോയുടെ റൈറ്റ് പോർഷനിലാണല്ലോ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നത്. പിന്നെ 2 ബാലൻസ് ചെയ്യുക. അതായത് 2H2 + O2 കേസ് 2H2O എന്ന് കിട്ടിയല്ലോ, അത് നമ്മുടെ ബാലൻസ് ഇക്വേഷൻ ആണ്. അപ്പൊ 2H2 + O2 എന്ന് പറയുന്നത് LHSലും അതുപോലെ തന്നെ RHSലാണ് നമുക്ക് വരുന്നത് 2H2O. സോ അതാണ് നമ്മുടെ ആ ബ്യൂട്ടി ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ബയോളജിയുടെ കാര്യം എല്ലാവർക്കും അറിയാം. സോ എത്രത്തോളം റിവൈസ് ചെയ്യുന്നു അത്രയും നമ്മുടെ ഏരിയ സ്ട്രോങ് ആവും. ദാറ്റ്സ് എവറി ഡേ. എന്നിട്ട് നമ്മൾ വീക്ക്ലി എക്സാംസ് ഒക്കെ ചെയ്യുക. അതായത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ദാറ്റ് ഇൻക്രീസസ് യുവർ റിവിഷൻ പാറ്റേൺ ആൻഡ് റിവിഷൻ സ്ട്രെങ്ത് ആൻഡ് ഓൾസോ ഡിക്രീസസ് യുവർ ടൈം ഓഫ് റിവിഷൻ. അതായത് നമ്മളിപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കാനായിട്ട് 2 ദിവസം എടുത്തു എന്ന് വിചാരിക്കുക. ഈ 2 ദിവസം എടുത്തു, പിന്നെയും വീണ്ടും അത് റിവൈസ് ചെയ്തപ്പോഴത്തേക്കും 1 ദിവസം കൊണ്ട് കാര്യം നടന്നു. പിന്നെ ഒരു 5 മണിക്കൂർ കൊണ്ട് അത് കാര്യം നടന്നു. പിന്നെ പിന്നെ അത് 2 മണിക്കൂറായി, 30 മിനിറ്റായി. പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വിത്തിൻ 5 മിനിറ്റ്സിൽ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ എത്രത്തോളം ഇൻക്രീസ് ഓഫ് റിവിഷൻ ആൻഡ് ഡിക്രീസ് ഓഫ് റിവിഷൻ ടൈം, അതിനൊരു പാറ്റേൺ. സോ നമ്മൾ അതിനിങ്ങനെ ബാലൻസ് ചെയ്തേ പറ്റും. ദാറ്റ് ഇസ് ദ ബ്യൂട്ടി ഓഫ് റിവിഷൻ. നമ്മൾ ഇങ്ങനെ 3ാമത്തെ പില്ലറായിട്ടുള്ള PYQയിൽ എത്തുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ആസ്ക് മീ എ ക്വസ്റ്റ്യൻ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഇടാറുണ്ട്, ആസ്ക് മീ എ ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ അയച്ചു തരും. പിന്നെ നമ്മൾ അതിനുള്ള റിപ്ലൈ കൊടുക്കും. അതിന് പകരമായിട്ട് നമ്മുടെ കമ്പാനിയനായിട്ട്, നമ്മൾ പ്രോമിസബിൾ കമ്പാനിയനെ നമ്മൾ കണ്ടെത്തിയല്ലോ. അപ്പോൾ ആ കമ്പാനിയനോട് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ എടുക്കുക, അങ്ങോട്ട് കൊടുത്തിട്ട് പറയാം ആസ്ക് മീ എനി ക്വസ്റ്റ്യൻ. നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം ആദ്യം കേട്ടോ. അതായത് ഞാനിപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സ് പഠിച്ചു എന്ന് വിചാരിക്കാം. എന്നിട്ട് ഈ 5 ചാപ്റ്റേഴ്സിൽ എവരി ലൈൻസ് അറിയണം. അപ്പോൾ ബയോളജി എടുത്ത് കൊടുക്കുക. ബയോളജി എടുത്ത് അമ്മയോടോ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം അവരോട് പറയണം ആസ്ക് മീ എ ക്വസ്റ്റ്യൻ ഫ്രം, അതായത് അവർ ആ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം എന്ത് പറയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ പവർ ഹൗസ്. ഓക്കെ, പവർ ഹൗസ് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ അതിൻ്റെ ബാക്കി ലൈൻസ് പൂരിപ്പിക്കാൻ നിങ്ങൾ അത്രയും ക്യാപ്പബിൾ ആയിരിക്കണം. അതായത് അവർ സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. അതായത് 1 പാരഗ്രാഫ് ഇപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അത് 2 തരത്തിലുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, നോൺ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിനകത്ത് ലൈസോസൈംസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സെൻട്രിയോൾ എവിടെയാണുള്ളത്, അനിമൽ സെൽസിൽ മാത്രമേ സെൻട്രിയോൾ ഉള്ളൂ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ
അതാണ് ആ ഒരു പോർഷൻ. ഇപ്പോൾ ഒരു ലൈൻ അവർ ജസ്റ്റ് അവരുടെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി, പക്ഷെ അതിൻ്റെ കംപ്ലീഷൻ നമ്മളായിരിക്കണം ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓൾസോ ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ എവിടെ വെച്ചിട്ടാണോ, നമ്മൾ എവിടെയോ ഇപ്പം ഇങ്ങനെ ചോദിച്ച് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ എവിടെയോ വെച്ച് നമ്മൾ ചിലപ്പോൾ സ്റ്റോപ്പായി പോവാം. ദാറ്റ്സ് എ മിസ്റ്റേക്ക്. ഐഡൻറ്റിഫൈ യുവർ മിസ്റ്റേക്ക്. സോ അപ്പോൾ ഒരു മിസ്റ്റേക്ക് ബുക്ക് വേണം. മിസ്റ്റേക്ക് ബുക്കിൽ നമ്മൾ എഴുതി വെക്കണം, എനിക്കിത് പറ്റിയില്ല. അതായത് ന്യൂട്ടൻ്റെ 3ാമത്തെ നിയമം ഉണ്ടല്ലോ, എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. പക്ഷേ ആൻസർ അറിയാം, പക്ഷെ അത് ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യണം എന്ന് എനിക്കറിയില്ല. ഞാൻ എവിടെയോ വെച്ച് സ്റ്റോപ്പായി. ഏതോ ക്വസ്റ്റ്യൻ, അതായത് എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത ആ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യന്, ഒരു എൻട്രൻസ് ക്വസ്റ്റ്യനിൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അതവിടെ നോട്ട് ചെയ്യുക, എന്നിട്ട് ആ മിസ്റ്റേക്കിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. Pillar number 3 is the final pillar, that is PYQ. This is previous year question paper. നമ്മൾ നീറ്റ് എക്സാം എഴുതുന്ന എത്ര മാർക്കിനാണ്? 720. ഓക്കെ, ഈ 720 മാർക്കിന് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം, നമ്മൾ റിവിഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, പിന്നെ എല്ലാ ആഴ്ചയിലും വീക്ക്ലി എക്സാംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ നീറ്റ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ അവരൊരു 10 വർഷത്തെ ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻ മേക്കേഴ്സ് ഉണ്ടല്ലോ, ആ 10 വർഷത്തെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതേ ക്വസ്റ്റ്യനെ റീഫ്രെയിം ചെയ്യുക, റീമോഡലിംഗ് ചെയ്തിട്ട് പുതിയൊരു രീതിയിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് 2025 ക്വസ്റ്റ്യനും 2016 17 18 19 ക്വസ്റ്റ്യൻസിൻ്റെ റീമോഡലിംഗ് തന്നെ ആയിരിക്കും. സോ നമ്മൾ എത്രത്തോളം ഒരു 52 മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഏബിൾ ടു പ്രെഡിക്റ്റ് ദ നീറ്റ് 2025 മോഡൽ ക്വസ്റ്റ്യൻ പാറ്റേൺ. ഐ മീൻ ദ റിയൽ ക്വസ്റ്റ്യൻ പാറ്റേൺ. ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചു വരുന്നത്, ഒരു ദിവസം എത്ര പോളൻ ടാബ്ലറ്റ് കഴിക്കാം? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മുടെ NCERT-യിൽ അതിൻ്റെ കറക്റ്റ് ആൻസർ ഉണ്ട്. ഒരു പോളൻ ഗ്രെയിൻസിൻ്റെ പോളൻ ടാബ്ലറ്റ്സിൻ്റെ പടം കൊടുത്തിരിക്കുന്നു, അവിടെ അതിനകത്ത് ആൻസർ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കി ഒരു ദിവസം ഒരു പോളൻ ടാബ്ലറ്റ് വെച്ചിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. സോ എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്നു ഒരു ദിവസം. ആദ്യം പഠിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക, അതിനുശേഷം സബ്ജക്റ്റ് വൈസ് ചെയ്യുക, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, വിത്തൗട്ട് ഡൗട്ട് അപ്പിയറിംഗ് ഫോർ ദ മോക്ക് ടെസ്റ്റ്, ദ എൻറ്റയർ മോക്ക് ടെസ്റ്റ്. നമ്മൾ റിയൽ നീറ്റ് 2025 എഴുതാൻ പോകുന്നത് 3 hours-ൻ്റെ. അപ്പോൾ നല്ല പ്രഷറിലായിരിക്കും. അതുപോലെ തന്നെ 2 മണിക്കായിരിക്കും ചിലപ്പോൾ എക്സാം. അപ്പോൾ ഈ 2 മണി തൊട്ട് 5 മണി വരെ അതേ സമയം സെയിം പാറ്റേൺ, സെയിം അറ്റ്മോസ്ഫിയറിലിരുന്ന് നിങ്ങൾ ആ ഒരു 3 മണിക്കൂർ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം സ്ട്രെങ്തനിലൂടെ ഒരു ഡീപ്പ് ബ്രത്തൊക്കെ എടുത്തിട്ട് നിങ്ങൾ ആ ബിഗ്ഗസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് പഠിക്കുക. അതിനുശേഷം ആ ഒരു 3 മണിക്കൂറിൽ വേറൊരു ഡിസ്ട്രാക്ഷൻസും പാടില്ല. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് നടത്തിയതിന് ശേഷം നിങ്ങൾ അത് വാല്യൂ ചെയ്ത് നോക്കുക, എത്ര മാർക്ക് കിട്ടുന്നുണ്ട്, എവിടെയൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ആ ക്വസ്റ്റ്യൻ എവിടെയാണോ സ്റ്റോപ്പായി പോയത്, എവിടെയാണോ മിസ്റ്റേക്ക് വരുത്തിയത്, അതിനെ റീകറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതൊക്കെയാണ് സെൽഫ് സ്റ്റഡിയുടെ പാറ്റേൺസ്. അപ്പോൾ ബേസിക്സ് ഉണ്ടാക്കുന്നത് എല്ലാം നമുക്ക് സെൽഫ് സ്റ്റഡി മാത്രമേ ഉള്ളൂ. നമ്മളൊരു ട്യൂഷന് പോകുമ്പോഴത്തേക്കും അവർ ജസ്റ്റ് ഒരു അഡിഷൻ മാത്രമാണ്. പക്ഷെ എൻ്റെ ലൈഫ് അവിടെ തന്നെ ഒരു ദിവസം ഫുള്ള് ട്യൂഷൻ ക്ലാസ്സിൽ ഇരുന്ന് നമുക്ക് കളയാനുള്ളതല്ല നമ്മുടെ സമയം. കാരണം നമ്മുടെ കയ്യിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ അത് നീറ്റ് ആസ്പിറൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡോക്ടർ ആവണമെന്ന് വിചാരിക്കുന്ന എല്ലാവരും സെൽഫ് സ്റ്റഡി ചെയ്തേ പറ്റൂ. ഇപ്പോൾ ചിലർക്ക് കമ്പൈൻ സ്റ്റഡി ആയിരിക്കും എളുപ്പം, ചെയ്തോ ഒരു കുഴപ്പമില്ല. നിങ്ങളെ ഫ്രണ്ടിനോട് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം, ഇഷ്ടപ്പെട്ട ടീച്ചറിനോട് ഡൗട്ട്സ് എല്ലാം ചോദിക്കാം. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ, നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഈ 3 പില്ലേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഈ ബേസിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടൈമിൻ്റെ 50% നമ്മൾ ഒരു ബേസിക്സിന് വേണ്ടി അല്ലെങ്കിൽ കൺസെപ്റ്റിന് വേണ്ടി കൊടുക്കുന്നത്. അതുപോലെ തന്നെ റിവിഷൻ അത് 30%, ബാക്കിയുള്ള 20% നമ്മൾ PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ രാജ്യം ഇന്ത്യ രാജ്യത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് നമ്മളിപ്പോൾ ആർഷഭാരത്
മഹാഭാരത സംസ്കാരങ്ങളും ഒക്കെ കേട്ട് വളർന്നിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ പഴയ രാമായണവും മഹാഭാരതവും ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് മുനിമാരും ഋഷികൾ അവരെല്ലാം തപസ് ചെയ്ത് വരം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് സാക്രിഫൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ സാക്രിഫൈസ് ഉണ്ടല്ലോ, നമ്മുടെ സമയം, അതുപോലെ തന്നെ നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ ഹോബീസ്, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകണം, ഇതൊക്കെ അറിയാം. പക്ഷെ ഇതൊക്കെ സാക്രിഫൈസ് ചെയ്ത് ഒരു കുറച്ച് കാലത്തേക്ക് നമ്മളെല്ലാം സംയമനം പാലിച്ച് ഇതൊരു തപസ്സെന്ന് പോലെ കരുതി ഇത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സാക്രിഫൈസ് വൺ ഡേ വിൽ വർത്ത് ഇറ്റ്. ബിക്കോസ് നിങ്ങൾ വർത്ത് ചെയ്തു എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോഴ്സിന് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക, അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഡ്രീം കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നതാണ് നിങ്ങൾ ദ റിയൽ ഗോൾ എന്ന് പറയുന്നത്. സോ അതിനു വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. സോ സെൽഫ് സ്റ്റഡി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആർട്ട് ആൻഡ് ഇറ്റ് ഇസ് എ മാജിക്കൽ സയൻസ്. So do follow that. Every NEET is a NEET aspirant. And that's it for the video. I hope everyone really likes this video. See you on next thing. Tata, bye bye.